നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷയുടെ ചേച്ചി വരുന്നുണ്ടല്ലോ. ആ ചേച്ചി വാ ഇരിക്കും. ചേച്ചി വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നതിൽ ഒരു ക്യാൻറ്റീൻ സ്പെഷ്യൽ ചായ കുടിക്കാം. ആ അതെ അതെ, കടുപ്പം കുറവ്, പാലില്ല, പിന്നെ മധുരമാണെങ്കിൽ തീരെയില്ല. ഞാൻ കുടിക്കില്ല, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഇല്ലേ. ചേച്ചി കുടിച്ചോ. ചേച്ചി എന്താ പതിവില്ലാതെ കോളേജില്? എല്ലാവരും എക്സാം ഒക്കെ എഴുതുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ശ്യാമേ? ആ കുഴപ്പമില്ലായിരുന്നു ചേച്ചി. ആ ചേച്ചിക്ക് പ്രധാനമായി അറിയേണ്ടത് അനിയത്തിന്റെ കാര്യമല്ലേ. വർഷപൂർവാധികം ഭംഗിയായി പരീക്ഷ എഴുതുന്നുണ്ട്, ഒപ്പം കച്ചവടവും നടത്തുന്നുണ്ട് അല്ലേ? ചായ കുടിക്കേച്ചി, നല്ല സ്പെഷ്യൽ ക്യാൻറ്റീൻ ടീയാ. എനിക്കധികം പഠിപ്പൊന്നുമില്ല, എന്നാലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. പഠിപ്പും പരീക്ഷയൊക്കെ നടക്കുമ്പോ മനസ്സിൽ അത് മാത്രമായിരിക്കണം ചിന്ത. അല്ലാതെ പഠിക്കുന്ന സ്ഥലത്ത് കച്ചവടം നടത്തി സ്വന്തം വില കളയരുത്. ഭാവിയും അങ്ങനെ കച്ചവടം നടത്തി തീരൂ എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ കോടീശ്വരന്റെ ഭാര്യയ്ക്ക് കോളേജിന് പുറത്ത് കടലയോ കപ്പലണ്ടിയോ ഒക്കെ വിൽക്കാലോ. കോളേജ് ക്യാമ്പസിൽ കൊണ്ടു നടന്നുള്ള ഈ വിൽപ്പന നീ മതിയാക്ക്. ചേച്ചി കളിയാക്കൊന്നും വേണ്ട. ഏട്ടൻ പറഞ്ഞതനുസരിച്ചാ ഞാൻ പഠിപ്പും മാർക്കറ്റിംഗും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഭർത്താവിനെ ധിക്കരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കോളേജ് ഒരു കമ്പോളാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ സെയിൽസ് നടത്തി കളങ്കപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മറ്റു രക്ഷിതാക്കളെ കംപ്ലൈന്റ് കൊടുക്കും. ചേച്ചി ക്യാൻറ്റീനിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട. ഇങ്ങനൊരു സംസാരം ഇവിടെ വെച്ച് വേണോ? വേണം. അനിയത്തി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താ ചേച്ചിക്ക് എവിടെയും വെച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചേച്ചി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. വീട്ടിൽ ചെന്ന ഏട്ടനെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. നീ കച്ചവടം നിർത്തണമെന്ന് നിന്റെ ചേച്ചിയാ പറയുന്ന. അതിൽ വിക്രമിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയട്ടെ, ഞാനത് നേരിട്ടോളാം. എന്നാലും എന്റെ അനുജത്തിയുടെ ജീവിതം വെച്ചുള്ള കച്ചവടമൊന്നും ഞാൻ അനുവദിക്കില്ല. ചേച്ചിക്കിപ്പോ ഞാൻ കോളേജിനകത്തുള്ള ഈ കച്ചവടം നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു അനിയത്തി മാത്രമല്ല, ഒരു ഭാര്യയും കൂടി ആണെന്നുള്ളത് ചേച്ചി ഓർക്കുന്നത് നല്ലതാ. മാർഡാ വർഷം വർഷ പിണങ്ങിപ്പോയല്ലോ. പിണങ്ങിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ അനുജത്തിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഇഷ്ടമല്ല, അത് സഹിക്കില്ല എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.